ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്പിന്റെ പേര് ഷൈൻ. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്പിന്റെ പേര് ഷൈൻ. പ്രവർത്തനക്ഷമമായ ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആർ.എം. നാച്ചമ്മ. പ്രവർത്തനക്ഷമമായ ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആർ.എം. നാച്ചമ്മ. ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ 2026 സാമൂഹിക സുരക്ഷാ പുരസ്കാരം നേടിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ 2026 സാമൂഹിക സുരക്ഷാ പുരസ്കാരം നേടിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം ഏത്? പടഹാരം പാലം. കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം പടഹാരം പാലം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം ഏതാണ്? പെരുമ്പളം പാലം. പി.കെ. റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായുള്ള ഫിലിം സൊസൈറ്റി എവിടെയാണ് തുടങ്ങിയത്? കോഴിക്കോട്. പി.കെ. റോസിയുടെ പേരിൽ സ്ത്രീകൾക്കായുള്ള ഫിലിം സൊസൈറ്റി എവിടെയാണ് തുടങ്ങിയത്? കോഴിക്കോട്. തീവ്ര ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി 20,000 രൂപ സ്ഥിര നിക്ഷേപം നടത്തുന്ന പദ്ധതി ഹസ്തദാനം. തീവ്ര ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി 20,000 രൂപ സ്ഥിര നിക്ഷേപം നടത്തുന്ന പദ്ധതി ഹസ്തദാനം. 6G സാങ്കേതികവിദ്യയിൽ ഇന്ത്യ സഹകരിക്കുന്നത് ഏത് രാജ്യവുമായാണ്? ഫിൻലാൻഡ്. 6G സാങ്കേതികവിദ്യയിൽ ഇന്ത്യ സഹകരിക്കുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ഫിൻലാൻഡ്. 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി. 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി. കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പുതിയ രക്തദാന പോർട്ടലിന്റെ പേര് ജീവധാര. കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പുതിയ രക്തദാന പോർട്ടലിന്റെ പേര് ജീവധാര. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന കൃതിയുടെ രചയിതാവ് ടി.ഡി. രാമകൃഷ്ണൻ. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന കൃതിയുടെ രചയിതാവ് ടി.ഡി. രാമകൃഷ്ണൻ. ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ സംവിധാനം നഭ്മിത്ര. ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ സംവിധാനം ഏത്? നഭ്മിത്ര. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ഇടക്കാല പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയി നിയമിതനായത് അലോയിസ് സ്വിങ്കി. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ഇടക്കാല പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയി നിയമിതനായത് അലോയിസ് സ്വിങ്കി. ഏഷ്യയിലെ ആദ്യത്തെ ഹാൻഡ്സ് ഫ്രീ വനിതാ ഡ്രൈവർ എന്ന ബഹുമതി നേടിയത് ജിലുമോൾ മാരിയറ്റ് തോമസ്. ഏഷ്യയിലെ ആദ്യത്തെ ഹാൻഡ്സ് ഫ്രീ വനിതാ ഡ്രൈവർ എന്ന ബഹുമതി നേടിയത് ജിലുമോൾ മാരിയറ്റ് തോമസ്. കേരളത്തിലെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന മലയാള ഭാഷാ ബിൽ 2025 അംഗീകാരം നൽകിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കേരളത്തിലെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന മലയാള ഭാഷാ ബിൽ 2025 അംഗീകാരം നൽകിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. വിജിലൻസിൽ അഴിമതി, കൈക്കൂലി പരാതികൾ സ്വീകരിക്കാനും നടപടികൾ എടുക്കാനുമായി വികസിപ്പിക്കുന്ന AI അധിഷ്ഠിത പോർട്ടൽ സംവിധാനം സിറ്റിസൺ സെൻട്രിക് കംപ്ലയിന്റ് മാനേജ്മെന്റ് സിസ്റ്റം. വിജിലൻസിൽ അഴിമതി, കൈക്കൂലി പരാതികൾ സ്വീകരിക്കാനും നടപടികൾ എടുക്കുവാനുമായി വികസിപ്പിക്കുന്ന AI അധിഷ്ഠിത പോർട്ടൽ സംവിധാനം സിറ്റിസൺ സെൻട്രിക് കംപ്ലയിന്റ് മാനേജ്മെന്റ് സിസ്റ്റം. കേരള ഫിഷറീസ് സർവകലാശാലയിലെ അധ്യാപകരുൾപ്പെടെ അന്താരാഷ്ട്ര ഗവേഷക സംഘം കിഴക്കൻ ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ കണ്ണും തലയോട്ടിയുമില്ലാത്ത ഭൂഗർഭജല മത്സ്യത്തിനു നൽകിയ പേര് ഗിജക് നഗാന. കേരള ഫിഷറീസ് സർവകലാശാലയിലെ അധ്യാപകരുൾപ്പെട്ട അന്താരാഷ്ട്ര ഗവേഷക സംഘം കിഴക്കൻ ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ കണ്ണും തലയോട്ടിയുമില്ലാത്ത ഭൂഗർഭജല മത്സ്യത്തിനു നൽകിയ പേര് ഗിജക് നഗാന. പാക്യോങ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് ത്രിലോചൻ പൊക്രേൽ വിമാനത്താവളം. 2025 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് KNIRF പ്രകാരം കേരളത്തിലെ മികച്ച സർവകലാശാലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുസാറ്റ്. 2025 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് KNIRF റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച സർവകലാശാലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കുസാറ്റ്. നക്ഷത്ര നിരീക്ഷണത്തിനായിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് കൊല്ലിമല, തമിഴ്നാട്. നക്ഷത്ര നിരീക്ഷണത്തിനായിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് കൊല്ലിമല, തമിഴ്നാട്.
ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ISRO നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന ഓസ്ട്രേലിയയിലെ ദ്വീപ് കോക്കോസ് ദ്വീപ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ISRO നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന ഓസ്ട്രേലിയയിലെ ദ്വീപ് കോക്കോസ് ദ്വീപ്. ICC ഏകദിന വനിതാ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ബാറ്റർ സ്മൃതി മന്ദാന. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ബാറ്റർ സ്മൃതി മന്ദാന. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ. നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഡെൻമാർക്ക്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഡെൻമാർക്ക്. കേരളത്തിൽ ജനിച്ചതാണെന്ന് തെളിയിക്കുവാനുള്ള ആധികാരിക രേഖയായി മാറുന്ന നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുവാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയത് 2026 ഫെബ്രുവരി 24-ന്. കേരളത്തിൽ ജനിച്ചതാണെന്ന് തെളിയിക്കുവാനുള്ള ആധികാരിക രേഖയായി മാറുന്ന നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുവാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയത് 2026 ഫെബ്രുവരി 24-ന്. പശ്ചിമതീര കനാൽ പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ട് ഫെബ്രുവരി 26-ന് തുറന്നുകൊടുത്ത ജലപാത ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ വരെ. പശ്ചിമതീര കനാൽ പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ട് ഫെബ്രുവരി 26-ന് തുറന്നുകൊടുത്ത ജലപാത ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം ആക്കുളം മുതൽ തൃശൂർ ചേറ്റുവ വരെ. വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസ് വേദിയാകുന്നത് ഗോവ. വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസ് 2026 വേദിയാകുന്നത് ഗോവ. ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് 2025-ൽ യുവാക്കളുടെ മെന്റൽ ഹെൽത്ത് പട്ടികയിൽ ഇന്ത്യൻ സ്ഥാനം 60. ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് 2025-ൽ യുവാക്കളുടെ മെന്റൽ ഹെൽത്ത് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 60. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 7% മുതൽ 7.4% വരെ. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 7% മുതൽ 7.4% വരെ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സെമി കണ്ടക്ടർ മെമ്മറി മൊഡ്യൂളുകളുടെ വാണിജ്യ ഉൽപാദനവും കയറ്റുമതിയും ആരംഭിക്കുന്നത് ഗുജറാത്തിലെ സാനന്ദിൽ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സെമി കണ്ടക്ടർ മെമ്മറി മൊഡ്യൂളുകളുടെ വാണിജ്യ ഉൽപാദനവും കയറ്റുമതിയും ആരംഭിക്കുന്നത് ഗുജറാത്തിലെ സാനന്ദിൽ. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ഷാജി രാഘവൻ. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ഷാജി രാഘവൻ. RBIയുടെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. RBIയുടെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദമായ ഇറക്കുമതി തീരുവകൾക്കെതിരെ US സുപ്രീം കോടതിയിൽ നിയമപോരാട്ടത്തിലൂടെ വിജയം വരിച്ച് വാർത്തകളിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ നീൽ കഡ്യാൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദമായ ഇറക്കുമതി തീരുവകൾക്കെതിരെ US സുപ്രീം കോടതിയിൽ നിയമപോരാട്ടത്തിലൂടെ വിജയം വരിച്ച് വാർത്തകളിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ നീൽ കഡ്യാൽ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്ത് വന്ന ഇന്ത്യയിലെ എയർപോർട്ട് ഡൽഹി എയർപോർട്ട്. ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്ത് വന്ന ഇന്ത്യയിലെ എയർപോർട്ട് ഡൽഹി എയർപോർട്ട്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന 100 ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റ് പദ്ധതിയുടെ ആദ്യ ഔട്ട്ലെറ്റ് ഒരുങ്ങുന്നത് കാക്കനാട്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന 100 ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റ് പദ്ധതിയുടെ ആദ്യ ഔട്ട്ലെറ്റ് ഒരുങ്ങുന്നത് കാക്കനാട്. 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ പ്രവേശിച്ച ടീം ജമ്മു കാശ്മീർ.
67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ പ്രവേശിച്ച ടീം ജമ്മു കാശ്മീർ.